നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് യൂട്യൂബിൽ വന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ. പ്രൈം ലെൻസും സൂം ലെൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. അപ്പോൾ പ്രൈം ലെൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഫിക്സ്ഡ് ഫോക്കൽ ലെങ്ത് ഉള്ള ടൈപ്പ് ലെൻസുകളെയാണ് പ്രൈം ലെൻസ് എന്ന് പറയുക. അതിന് കൂടുതലും അപ്പർച്ചർ റേറ്റിംഗ് വളരെ കൂടുതലുള്ള, അതായത് 1.8, 1.4, 1.2 ഒക്കെ കിട്ടുന്ന ലെൻസുകളും കൂടുതലും പ്രൈം ലെൻസുകളായിരിക്കും. കാരണം അതിനകത്ത് എക്സ്ട്രാ മെക്കാനിസം ഒന്നും ഫിക്സ് ചെയ്യാൻ സ്ഥലം ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അത് ചെറുതുമായിരിക്കും. അതുപോലെ അപ്പർച്ചർ മാക്സിമം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ലെൻസുകളും ആയിരിക്കും അത്. അതുപോലെ സൂം ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ഫോക്കൽ ലെങ്ത്, അതായത് നമുക്ക് അതിൻ്റെ ഫോക്കൽ ലെങ്ത് മാറ്റാനും ഒരു അവസരം കിട്ടുന്ന ഒരു ലെൻസുകളാണ്. ഇനി ഇതിൻ്റെ ഒരു ബിഗിനറിന് ഇതിലേത് ലെൻസാണ് യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ്. കാരണം ബിഗിനർ എക്സ്പേർട്ട് എന്നില്ല, നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചാണ് ഈ ലെൻസുകളുടെ യൂസേജ് വരിക. കാരണം നിങ്ങളുടെ ഒരു ഈവൻറ്റ് ഷൂട്ട് ചെയ്യാൻ പോവാണ്, ഒരു വെഡ്ഡിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളാണെങ്കിൽ നിങ്ങൾ ഒറ്റൊരു ഫോട്ടോഗ്രാഫറേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കുറേ ടൈപ്പ് ലെൻസ് വേണ്ടി വരും. എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവം സൂം ലെൻസുകളായിരിക്കും. കാരണം നിങ്ങൾക്ക് ടൈം ടു ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ടി വരും. അതേപോലെ ഫ്രെയിം റീകമ്പോസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എല്ലാ ടൈമിനും. അപ്പോൾ നിങ്ങൾ പ്രൈം ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രൈം ലെൻസ് വെച്ച് നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സൂം ചെയ്യാൻ വേണ്ടി ഒന്നുകിലും മോഡലിൻ്റെ അടുത്തോട്ട്, അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്ന അതിൻ്റെ അടുത്തോട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ അതേപോലെ വൈഡ് ആക്കണമെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ സൂം ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ സൂമിൻ്റെ റിങ് തിരിച്ചിട്ട് നിങ്ങൾക്ക് വൈഡ് ആക്കാം, സൂം ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതാണ് സൂം ലെൻസ് എന്നുള്ളതിൻ്റെ ശരിക്കുള്ള പ്രോപ്പർ നെയിം വേരിയബിൾ സൂം ലെൻസ് എന്നാണ്. അപ്പം നമ്മൾ ഒരു ഈസി ഇതിന് വേണ്ടിയിട്ട് സൂം ലെൻസ് എന്ന് പറയുന്നു. അപ്പോൾ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഇതാണ്. പ്രൈം ലെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിക്സ്ഡ് ഫോക്കൽ ലെങ്ത് ആണ്. അത് പിക്ചേഴ്സ് മാഗ്നിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അതിനനുസരിച്ച് നിങ്ങൾ ക്യാമറയും കൊണ്ട് മുന്നോട്ടോ പുറകോട്ടോ നീങ്ങിയിട്ട് സൂം ചെയ്യേണ്ടി വരും. അതേപോലെ വേരിയബിൾ സൂം ലെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് അതിൻ്റെ റിങ് തിരിച്ചിട്ട് മാറ്റാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. ഒരു ബിഗിനറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ സൂം ലെൻസ് ആയിരിക്കും യൂസ്ഫുൾ ആവുക. അത് പക്ഷേ എനിക്കത് ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഒരു നിർബന്ധമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ചില ആൾക്കാർ ഇപ്പോൾ കൂടുതലും എന്താ പറയുക, ബൊക്കെ ടൈപ്പ് ഫോട്ടോഗ്രാഫി, അതായത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലറായി അല്ലെങ്കിൽ ആ ടൈപ്പ് ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രൈം ലെൻസ് ഒരു 50mm 1.8 ഒരു ലെൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് മതിയാവും. അതേസമയത്ത് ഒരു ട്രാവലർ ആണ് അല്ലെങ്കിൽ സഞ്ചാരം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മാക്സിമം സൂം കിട്ടുന്ന ഒരു ലെൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു മൾട്ടിപർപ്പസ് ലെൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യം നടക്കും. കാരണം ഓരോ ലൊക്കേഷനിൽ എത്തുമ്പോൾ ക്യാമറയുടെ ലെൻസ് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സൂം ചെയ്തിട്ട് ക്ലോസപ്പ് വേണ്ട സംഭവങ്ങൾ സൂം ചെയ്തെടുക്കും. അതേപോലെ വൈഡ് വേണ്ട സമയത്ത് വൈഡ് ആക്കിയിട്ട് എടുക്കും. അത് ഒരു ലെൻസ് തന്നെ തിരിച്ചിട്ടെടുക്കും. ഇനി സൂം ലെൻസും പ്രൈം ലെൻസും തമ്മിലുള്ള ഒരു നമുക്ക് ഉപയോഗത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പ്രൈം ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പിക്ചറിൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും. പ്രൈം ലെൻസിലേക്ക് കൂടി വരുന്ന ലൈറ്റ് അധികം ഡിസ്റ്റോർഷൻ വരാതെ ക്ലീൻ ആയിട്ടായിരിക്കും നമ്മൾ സെൻസറിൽ പതിയുക. അതേസമയത്ത് സൂം ലെൻസിനകത്ത് ഒരുപാട് ഗ്ലാസ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന് പിക്ചർ ക്വാളിറ്റി മറ്റേതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. പക്ഷേ ലെൻസിൻ്റെ പിക്ചർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടുന്ന ലെൻസുകളുണ്ട്, സൂം ലെൻസുകളുണ്ട്. അതേസമയത്ത് പ്രൈം ലെൻസിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സൂം ലെൻസിന് പിക്ചർ ക്വാളിറ്റി കുറവായിരിക്കും. അതേപോലെ അപ്പർച്ചർ റേറ്റിംഗ് സൂം ലെൻസിൽ നമ്മൾ ഇന്നുള്ള ഒരു ഇത് വെച്ചിട്ട് 2.8 ആണ് പരമാവധി അപ്പർച്ചർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സൂം ലെൻസുകൾ. അതേസമയത്ത് പ്രൈം ലെൻസ് എന്ന് പറഞ്ഞാൽ, പ്രൈം ലെൻസ് ഇപ്പോൾ ഏത് 85 ആയാലും 50mm ആയാലും 135mm ആയാലും ഏതായി കഴിഞ്ഞാലും അതിൻ്റെ 1.2 വരെ അപ്പർച്ചർ ഓപ്പണിങ് കിട്ടുന്നത്. അപ്പോൾ ലോ ലൈറ്റിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും, നല്ല ബൊക്കെ എഫക്റ്റ് കിട്ടും, ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ആയിരിക്കും. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ എവിടെയാണോ ഫോക്കസ് ആയി അതിൻ്റെ ഒരു മില്ലിമീറ്റർ മാറിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ സോഫ്റ്റ് ആയിട്ട് ബ്ലറായി കിട്ടുന്ന ആ ടൈപ്പ് ഫോട്ടോഗ്രാഫിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രൈം ലെൻസ് ആണ് നല്ലത്. സിനിമാറ്റോഗ്രാഫിയിൽ 99% ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പ്രൈം ലെൻസുകളാണ്. കാരണം അതിൻ്റെ ആ പിക്ചർ ക്വാളിറ്റി വേറെ മറ്റ് സൂം ലെൻസിൽ കിട്ടില്ല. അതേപോലെ അത് ഓരോരോ ഫ്രെയിം കമ്പോസ് ചെയ്യുമ്പോഴും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രൈം ലെൻസ് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അവർ കൂടുതൽ പ്രൈം ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിക്ചർ ക്വാളിറ്റി മാക്സിമം വേണം. അതേപോലെ നിങ്ങൾക്ക് ലെൻസുകൾ മാറ്റാൻ ആവശ്യത്തിന് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ഗോ ഫോർ പ്രൈം ലെൻസ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സൂം ലെൻസ് ഉപയോഗിക്കാം.
സൂം ലെൻസ് ഉപയോഗിക്കുന്നത് ഈവൻറ്റ് ഷൂട്ടിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. പ്രൈം ലെൻസ് ഉപയോഗിക്കുന്നത് സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ മോഡൽ ഷൂട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പ്രൈം ലെൻസ് ഉപയോഗിക്കും. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ യൂസ് ചെയ്യുമ്പോഴുള്ള ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ പ്രൈം ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു സംഭവം ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ക്യാമറ എടുത്ത് അതിൻ്റെ അടുത്തോട്ട് തന്നെ പോകണം. സൂം ലെൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് അതിൻ്റെ സൂം റിങ് തിരിച്ചിട്ട് നിങ്ങൾക്കത് അടുത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് പ്രായോഗികമായിട്ടുള്ള അതിൻ്റെ ഒരു ഡിഫറൻസ്. പിക്ചർ ക്വാളിറ്റിയിൽ തീർച്ചയായിട്ടും പ്രൈം ലെൻസ് തന്നെയാണ് അതിൻ്റെ വിന്നർ. കാരണം പ്രൈം ലെൻസിൻ്റെ ഒരു ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി സൂം ലെൻസിന് തരാൻ പറ്റില്ല. പക്ഷേ അത് ഒറ്റ നോട്ടത്തിൽ ഒരു ഇവൻറ്റ് ഷൂട്ട് ചെയ്തിട്ട് ഒരു കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും അത് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഫോട്ടോഗ്രാഫിയിൽ എക്സ്പെർട്ടായ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അപ്പർച്ചർ റേറ്റിംഗ് പ്രൈം ലെൻസിന് കൂടുതൽ കിട്ടും. ഫാസ്റ്റ് ലെൻസാണ് പ്രൈം ലെൻസുകൾ. അതെല്ലാ ടൈപ്പും ഉണ്ട്. പക്ഷേ അതേ സമയത്ത് അപ്പർച്ചർ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പ്രൈം ലെൻസുകളിലാണ്. സൂം ലെൻസുകളിൽ അപ്പർച്ചർ റേറ്റിംഗ് f2.8 വരെ വരുന്നുള്ളൂ, അതിൻ്റെ താഴോട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഏതെങ്കിലും ലെൻസുകൾ, പക്ഷേ ഇന്ന് എൻ്റെ അറിവിൽ എനിക്ക് കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് എൻ്റെ അറിവിൽ 2.8 വരെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൈം ലെൻസും സൂം ലെൻസും തമ്മിലുള്ള വ്യത്യാസം. കൂടുതൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ ചോദിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും അതിനുള്ള മറുപടികൾ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.